MT516 സ്വാഗതം. വെളിച്ചത്തെ പിന്തുടരുക മാത്രമല്ല, വെളിച്ചമായി മാറൂ. മത്തായി 5:16. കേൾക്കുക, ചിന്തിക്കുക, വിശ്വസിക്കുക, പ്രകാശിക്കുക. ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം: തന്റെ ഭവനം തുറന്നുകൊടുത്ത ബിസിനസ്സുകാരി, യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി. കഴിഞ്ഞ ആഴ്ച കൊട്ടാരത്തിലെ തന്റെ സ്ഥാനം കേവലം ഒരു പദവി മാത്രമല്ല, അതൊരു നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞ എസ്തേർ എന്ന സ്ത്രീയെ നാം പരിചയപ്പെട്ടു. ഇന്ന് നാം കൊട്ടാരത്തിൽ നിന്ന് വിപണിയിലേക്ക്, മാർക്കറ്റ് പ്ലേസ് പോകുന്നു. എസ്തേറിന് രാജകീയ പദവി ഉണ്ടായിരുന്നു. ലുദിയയ്ക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. എസ്തേറിന് രാജാവിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. ലുദിയയ്ക്ക് ഉപഭോക്താക്കളിലേക്കും ഒരു ഭവനത്തിലേക്കും ഒരു വലിയ സമ്പർക്ക വലയത്തിലേക്കും നെറ്റ്വർക്ക് പ്രവേശനമുണ്ടായിരുന്നു. എസ്തേർ തന്റെ ജനത്തെ രക്ഷിക്കാൻ തന്റെ പദവി ഉപയോഗിച്ചു. യൂറോപ്പിൽ സഭ സ്ഥാപിക്കുന്നതിനായി ലുദിയ തന്റെ സമ്പത്തും ഭവനവും ഉപയോഗിച്ചു. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നൽകുന്നു. ദൈവം പ്രസംഗപീഠങ്ങളിലൂടെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ദൈവം വിപണികളിലൂടെയും പ്രവർത്തിക്കുന്നു. ശുശ്രൂഷകൾ പള്ളികെട്ടിടത്തിൽ മാത്രമേ നടക്കൂ എന്ന് ചിലപ്പോൾ നാം ചിന്തിക്കുന്നു. പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് നാം ചിന്തിക്കുന്നു. സുവിശേഷകൻ ശുശ്രൂഷ ചെയ്യുന്നു, മിഷനറി ശുശ്രൂഷ ചെയ്യുന്നു, പ്രസംഗകൻ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ലുദിയയുടെ കഥ ആ ചിന്തയെ വെല്ലുവിളിക്കുന്നു. അവൾ ഒരു ബിസിനസ്സുകാരിയായിരുന്നു. അവൾ രക്താംബരം, പർപ്പിൾ തുണി വിറ്റിരുന്നു. അവൾക്കൊരു ഭവനമുണ്ടായിരുന്നു. അവൾക്ക് വേലക്കാരോ കുടുംബാംഗങ്ങളോ ഉണ്ടായിരുന്നു. അവൾക്ക് ഉപഭോക്താക്കളും ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവൾക്കുണ്ടായിരുന്നതെല്ലാം ദൈവം ഉപയോഗിച്ചു. വാസ്തവത്തിൽ ഫിലിപ്പിയിലെ ആദ്യത്തെ വിശ്വാസി അവിടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ പ്രധാന പിന്തുണക്കാരിയായി മാറി. അതിനാൽ ഇന്ന് എല്ലാ പ്രൊഫഷണലുകളോടും, അധ്യാപകരോടും, ഡോക്ടർമാരോടും, എഞ്ചിനീയർമാരോടും, വീട്ടമ്മമാരോടും, വിദ്യാർത്ഥികളോടും, ജീവനക്കാരോടും, സംരംഭകരെയും തൊഴിലാളികളോടും നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമെന്നും സാധാരണമെന്നും വിഭജിക്കരുത്. നിങ്ങളുടെ സാധാരണ ജീവിതം അസാധാരണനായ ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളുടെ ഓഫീസ് ഒരു മിഷൻ ഫീൽഡായി മാറും. നിങ്ങളുടെ കട സ്വാധീനം ചെലുത്തുന്ന ഒരിടമായി മാറും. നിങ്ങളുടെ ഭവനം ശുശ്രൂഷയുടെ ഇടമായി മാറും. നിങ്ങളുടെ ബിസിനസ് ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളുടെ വരുമാനത്തിന് സുവിശേഷത്തെ പിന്തുണയ്ക്കാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫഷണൽ കഴിവുകൾക്ക് ദൈവജനത്തെ സേവിക്കാൻ കഴിയും. നിങ്ങളുടെ സമ്പർക്ക വലയത്തിന് രാജ്യത്തിനായി വാതിലുകൾ തുറക്കാൻ കഴിയും. കേവലം ഉപജീവനം മാത്രം തേടരുത്, ഒരു മാറ്റം സൃഷ്ടിക്കുക. ആദ്യമായി, ദൈവം വിപണിയിൽ ഹൃദയങ്ങളെ തുറക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:14 കാണുന്നു: തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ലൂക്കോസ് എങ്ങനെയാണ് ലുദിയയെ പരിചയപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം നമ്മോട് പറയുന്നു, അവളുടെ പേര് ലുദിയ. അവളുടെ തൊഴിൽ രക്താംബരം വിൽക്കുന്നവൾ. അവളുടെ ആത്മീയ താല്പര്യം ദൈവഭക്ത, ദൈവത്തെ ആരാധിക്കുന്നവൾ. ലുദിയ ഒരു തിയോളജി സെമിനാരിയിൽ ഇരിക്കുകയായിരുന്നില്ല. അവൾ ഒരു പ്രസംഗകയാകാൻ തയ്യാറെടുക്കുകയായിരുന്നില്ല. അവൾ ഒരു ബിസിനസ്സുകാരിയായിരുന്നു. എങ്കിലും സുവിശേഷം കേൾക്കാൻ ദൈവം അവളുടെ ഹൃദയം ഒരുക്കിയിരുന്നു. പൗലോസ് പ്രസംഗിച്ചു, എന്നാൽ ദൈവം അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:14. ഇത് മനോഹരമാണ്. പൗലോസ് സന്ദേശം കൊണ്ടുവന്നു. ദൈവം ഹൃദയം തുറന്നു. ലുദിയ പ്രതികരിച്ചു. നിങ്ങളുടെ ജോലിസ്ഥലത്തെ ഒരു മിഷൻ ഫീൽഡായി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ലുദിയയുടെ ബിസിനസ് ചുറ്റുപാട് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. വിലയേറിയ രക്താംബരം വിൽക്കുന്ന ഒരു കച്ചവടക്കാരിയായിരുന്നു അവൾ. പർപ്പിൾ നിറം സമ്പത്ത്, പദവി, രാജകീയത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികവും സാമൂഹികവുമായ സ്വാധീനമുള്ള ആളുകളുമായി ലുദിയയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അവളുടെ ബിസിനസ് അവളെ ആളുകളുമായി ബന്ധപ്പെടുത്തി. ദൈവത്തിന് ആ ബന്ധങ്ങളെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഇതിനർത്ഥം നിങ്ങളുടെ ജോലിസ്ഥലം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സമാകണമെന്നില്ല എന്നാണ്. അതൊരു അവസരമായി മാറും. മത്തായി 5:14-16 വരെ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു ഇങ്ങനെ പറഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ പള്ളിക്കെട്ടിടത്തിന്റെ വെളിച്ചമാകുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇരുട്ടിലേക്ക് കടക്കുമ്പോഴാണ് വെളിച്ചത്തിനൊരു ഉദ്ദേശമുണ്ടാകുന്നത്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ക്രിസ്തീയ വെളിച്ചം ആവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ് ചുറ്റുപാടിന് ക്രിസ്തീയ സത്യസന്ധത ആവശ്യമാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധങ്ങൾക്ക് ക്രിസ്തീയ സ്വഭാവം ആവശ്യമാണ്. നിങ്ങളുടെ അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂം ഒരു മിഷൻ ഫീൽഡാണ്.
നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ആശുപത്രി ഒരു മിഷൻ ഫീൽഡാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരു മിഷൻ ഫീൽഡാണ്. നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഒരു മിഷൻ ഫീൽഡാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസ് ഒരു മിഷൻ ഫീൽഡാണ്. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ വീടും ബന്ധങ്ങളും ഒരു മിഷൻ ഫീൽഡായി മാറും. നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രസംഗം നടത്തേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവമാണ് പ്രസംഗം. നിങ്ങളുടെ സത്യസന്ധത സംസാരിക്കുന്നു, നിങ്ങളുടെ ദയ സംസാരിക്കുന്നു, നിങ്ങളുടെ ആത്മാർത്ഥത സംസാരിക്കുന്നു, നിങ്ങളുടെ അനുകമ്പ സംസാരിക്കുന്നു, ജീവനക്കാരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം സംസാരിക്കുന്നു, ഉപഭോക്താക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം സംസാരിക്കുന്നു, സമ്മർദ്ദങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം സംസാരിക്കുന്നു. നിങ്ങളുടെ ജോലിസ്ഥലം നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരിടമല്ല, അത് നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരിടമാണ്. നാം എത്തുന്നതിന് മുൻപ് ദൈവം ആളുകളെ ഒരുക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 16:14 പറയുന്നു, കർത്താവു അവളുടെ ഹൃദയം തുറന്നു. സുവിശേഷീകരണം എന്നത് കേവലം സംസാരിക്കാനുള്ള നമ്മുടെ കഴിവിനെ ആശ്രയിച്ചല്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വിശദീകരിക്കാം, നമുക്ക് പഠിപ്പിക്കാം, നമുക്ക് ക്ഷണിക്കാം, നമുക്ക് പങ്കിടാം. എന്നാൽ ആത്യന്തികമായി ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. പൗലോസ് തന്റെ ഭാഗം ചെയ്തു, ദൈവം തന്റെ ഭാഗം ചെയ്തു. ഇത് നമുക്ക് ആത്മവിശ്വാസം നൽകണം. ക്രിസ്തീയതയിൽ താല്പര്യമില്ലാത്തതായി തോന്നുന്ന ഒരു സഹപ്രവർത്തകന് നിങ്ങൾക്കുണ്ടായേക്കാം. പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. ആത്മീയമായി അകലം പാലിക്കുന്ന ഒരു ഉപഭോക്താവ് നിങ്ങൾക്കുണ്ടായേക്കാം. ദൈവത്തിന് അവരിലേക്ക് എത്താൻ കഴിയില്ല എന്ന് കരുതരുത്. സുവിശേഷം നിരസിച്ച ഒരു കുടുംബാംഗം നിങ്ങൾക്കുണ്ടായേക്കാം. സ്നേഹിക്കുന്നത് തുടരുക, പ്രാർത്ഥിക്കുന്നത് തുടരുക, വിശ്വസ്തയോടെ ജീവിക്കുന്നത് തുടരുക. ദൈവത്തിന്റെ പ്രക്രിയയിലെ ഒരു ഭാഗം മാത്രമായിരിക്കാം നിങ്ങൾ. 1 കൊരിന്ത്യർ 3:6 പൗലോസ് പറയുന്നു, ഞാൻ നട്ടു, അപ്പോല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയതു. നമ്മുടെ ഉത്തരവാദിത്തം വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ ഉത്തരവാദിത്തം പരിവർത്തനമാണ്, മാറ്റം. ആരെങ്കിലും ഉടനടി പ്രതികരിക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. നടുക, നനയ്ക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക. ദൈവം ഹൃദയങ്ങളെ തുറക്കുന്നു. ബിസിനസ് ബന്ധങ്ങൾ രാജ്യത്തിന്റെ ബന്ധങ്ങളായി മാറും. ലുദിയയുടെ ബിസിനസ് അവൾക്ക് ബന്ധങ്ങൾ നൽകി. ആ ബന്ധങ്ങൾ അവസരങ്ങളായി മാറി. ആ അവസരങ്ങൾ ഒടുവിൽ സുവിശേഷ വ്യാപനത്തിന്റെ ഭാഗമായി. നിങ്ങളുടെ സ്വന്തം സമ്പർക്ക വലയത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇവരെ അറിയാമായിരിക്കും. ബിസിനസ് ഉടമകൾ, ഡോക്ടർമാർ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ, വിതരണക്കാർ, അയൽക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. ഒരു പ്രസംഗകൻ ഒരിക്കലും കാണാൻ കഴിയാത്ത ആളുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ടാകാം. അതിനർത്ഥം നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു മിഷൻ നെറ്റ്വർക്കായി മാറാം എന്നാണ്. 1 കൊരിന്ത്യർ 9:22 പൗലോസ് പറയുന്നു, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന്നു ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. വ്യത്യസ്ത ആളുകളിലേക്ക് എത്തിച്ചേരാൻ ദൈവത്തിന് വ്യത്യസ്ത ബന്ധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. സ്വയം ചോദിക്കുക, എന്റെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് കാരണം എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ ആരാണ്? ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ മിഷൻ ഫീൽഡ് ഇതിനകം നിങ്ങളുടെ ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് നെറ്റ്വർക്ക് നിങ്ങളുടെ സഭാ നെറ്റ്വർക്കിനേക്കാൾ വലുതായിരിക്കാം. അവ രണ്ടും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. രണ്ടാമതായി, തുറന്ന ഹൃദയം തുറന്ന വീട്ടിലേക്ക് നയിക്കുന്നു. സുവിശേഷം കേട്ട് സ്നാനമേറ്റതിന് ശേഷം ലുദിയ ഉടൻ തന്നെ തന്റെ ഭവനം തുറന്നുകൊടുത്തു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്നു എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്നു പാർപ്പിൻ എന്നു അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 16:15. സുവിശേഷത്തോടുള്ള ഏറ്റവും മനോഹരമായ പ്രതികരണങ്ങളിൽ ഒന്നാണിത്. സുവിശേഷം ലുദിയയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. പിന്നീട് സുവിശേഷം അവളുടെ ഭവനത്തിൽ പ്രവേശിച്ചു. അവളുടെ വിശ്വാസം സ്വകാര്യമായി തുടർന്നില്ല. അവളുടെ മാനസാന്തരം അവളുടെ ജീവിത രീതിയെ സ്വാധീനിച്ചു. അവൾ കേവലം ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കുന്നു. അവൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു, ഞാൻ വിശ്വസിക്കുന്നതിനാൽ എന്റെ ഭവനം ദൈവത്തിനായി ലഭ്യമാണ്. യഥാർത്ഥ മാനസാന്തരം നമുക്കുള്ളത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മാറ്റുന്നു. ലുദിയയുടെ വീട് ഒരു ചെറിയ ശൂന്യമായ സ്ഥലമായിരുന്നിരിക്കില്ല. വിജയിയായ ഒരു ബിസിനസ്സുകാരി എന്ന നിലയിൽ അവൾക്ക് അതിഥി സൽക്കാരം നൽകാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ മാനസാന്തരത്തിന് ശേഷം അവൾ തന്റെ വിഭവങ്ങളെ വ്യത്യസ്തമായി കണ്ടു. അവളുടെ വീട് ഇനി കേവലം അവളുടെ വീട് മാത്രമായിരുന്നില്ല, അത് ദൈവജനം ഒത്തുകൂടുന്ന ഒരിടമായി മാറി. റോമർ 12:13 അതിഥി സൽക്കാരം ആചരിക്കരിക്കുകയും ചെയ്യുവിൻ എന്ന് കാണുന്നു. ക്രിസ്തീയ ജീവിതം നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ മാത്രമല്ല, നമുക്കുള്ളത് കൊണ്ട് നാം എന്തു ചെയ്യുന്നു എന്നതിനെയും മാറ്റുന്നു. നമ്മുടെ ഭവനം ദൈവത്തിന്റെ വിഭവമായി മാറുന്നു. നമ്മുടെ മേശ ദൈവത്തിന്റെ അവസരമായി മാറുന്നു.
നമ്മുടെ സമയം ദൈവത്തിന്റെ ഉപകരണമായി മാറുന്നു. നമ്മുടെ പണം ദൈവത്തിന്റെ കാര്യവിചാരകത്വമായി മാറുന്നു. നമ്മുടെ കഴിവുകൾ ദൈവത്തിന്റെ ആയുധങ്ങളായി മാറുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കൊരു ശുശ്രൂഷയില്ല. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഭവനമുണ്ടായിരിക്കാം. ഒരാളെ ക്ഷണിക്കുക, ഒരാൾക്ക് ഭക്ഷണം നൽകുക, ഒരാളെ ഉപദേശിക്കുക, ഒരാളോടൊപ്പം പ്രാർത്ഥിക്കുക, ഒരു യുവാവിനെ സ്വാഗതം ചെയ്യുക, ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ സഹായിക്കുക, ഒരു ബൈബിൾ പഠനം നടത്തുക. ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭവനം ഉപയോഗിക്കുക. ഒരു തുറന്ന ഹൃദയം ഒടുവിൽ ചോദിക്കുന്നു, എന്റെ കൈകളും എന്റെ ഭവനവും എനിക്ക് എങ്ങനെ തുറന്നു കൊടുക്കാനാകും? അതിഥി സൽക്കാരം സുവിശേഷീകരണമായി മാറും. ഇന്ത്യൻ സമൂഹത്തിൽ അതിഥി സൽക്കാരം നമ്മുടെ സംസ്കാരത്തിന്റെ ശക്തമായ ഒരു ഭാഗമാണ്. ആളുകൾ ഭക്ഷണത്തിന് ചുറ്റും ഒത്തുകൂടുന്നു. കുടുംബങ്ങൾ വീടുകളിൽ ഒത്തുകൂടുന്നു. ചായ കുടിക്കാൻ സുഹൃത്തുക്കൾ ഒത്തുകൂടുന്നു. അയൽക്കാർ പരസ്പരം സന്ദർശിക്കുന്നു. ഉത്സവങ്ങൾ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഭക്ഷണം സംഭാഷണങ്ങൾ സൃഷ്ടിക്കുന്നു. ലുദിയ സുപ്രധാനമായ ഒന്ന് മനസ്സിലാക്കി: ഒരു ഭവനത്തിന് സുവിശേഷത്തിനായുള്ള ഒരു പാലമായി മാറാൻ കഴിയും. സഭ എപ്പോഴും ഒരു മൈക്രോഫോണിൽ നിന്ന് തുടങ്ങണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആരംഭിക്കുന്നു. ചിലപ്പോൾ സുവിശേഷീകരണം ആരംഭിക്കുന്നത് ഇങ്ങനെയാകാം: ദയവായി അകത്തേക്ക് വരൂ, എന്തെങ്കിലും കഴിക്കൂ, നിങ്ങൾ എന്താണ് കടന്നു പോകുന്നത് എന്ന് എന്നോട് പറയൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എബ്രായർ 13:2. അതിഥി സൽക്കാരം മറക്കരുത് എന്ന് വായിക്കുന്നു. അതിഥി സൽക്കാരം കേവലം വിനോദമല്ല. വിനോദം പറയുന്നു, വന്ന് എനിക്കുള്ളത് കണ്ട് അഭിനന്ദിക്കൂ. അതിഥി സൽക്കാരം പറയുന്നു, വരൂ വരൂ, ഞാൻ നിങ്ങളെ സേവിക്കട്ടെ. നമ്മുടെ വീടുകൾ നമ്മുടെ നേട്ടങ്ങളുടെ മ്യൂസിയങ്ങളായി മാറരുത്. അവ പ്രാർത്ഥന, സൗഖ്യം, കൂട്ടായ്മ, കൗൺസിലിംഗ്, ശിഷ്യത്വം, പ്രോത്സാഹനം, സുവിശേഷീകരണം എന്നിവക്കുള്ള ഇടങ്ങളായി മാറണം. ഒരു ഭവനത്തിലുള്ള ആളുകൾ തങ്ങൾക്കുള്ളത് ദൈവത്തിനുള്ളതാണെന്ന് തീരുമാനിക്കുമ്പോൾ ആ വീട് ഒരു ശുശ്രൂഷയായി മാറുന്നു. നിങ്ങളുടെ ഭവനത്തിന് ഒരു ആത്മീയ അടിത്തറയായി മാറാൻ കഴിയും. ലുദിയയുടെ ഭവനം ഒടുവിൽ ക്രിസ്തീയ സമൂഹവുമായി ബന്ധിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തികൾ 16:40 പറയുന്നു, പൗലോസും ശീലാസും ലുദിയയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ടു ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. അവളുടെ ഭവനം കൂട്ടായ്മയുടെയും പ്രോത്സാഹനത്തിന്റെയും വിശ്വാസികൾക്കുള്ളതും ദൗത്യവുമായി ബന്ധിപ്പിച്ച ഒരിടമായി മാറി. അവളുടെ ഭവനം ഒരു ആത്മീയ അടിത്തറയായി മാറി. അപ്പോസ്തല പ്രവർത്തികൾ 2:46 മുതൽ 47 വരെ ആദിമ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഒത്തുകൂടി. ഒരുമനപ്പെട്ടു ദിനംപ്രതി ദൈവാലയത്തിൽ കൂടിവരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ടു ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയാട് ചേർത്തുകൊണ്ടിരുന്നു. ശുശ്രൂഷകൾ ഭവനങ്ങളിൽ നടക്കുമെന്ന് ആദിമസഭ മനസ്സിലാക്കിയിരുന്നു. നിങ്ങളുടെ വീട് ഒരു ഔദ്യോഗിക പള്ളിയായി മാറേണ്ടതില്ല. എന്നാൽ ദൈവജനത്തിന് പ്രാർത്ഥനം, പ്രോത്സാഹനം, കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്ന ഒരിടമായി മാറാൻ കഴിയും. മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ഭവനം അനുഗ്രഹത്തിന്റെ ഒരിടമായി മാറും. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? കുടുംബങ്ങൾ ശക്തിപ്പെടും. യുവാക്കൾക്ക് വഴികാട്ടികളെ ലഭിക്കും. പുതിയ വിശ്വാസികൾക്ക് സൗഹൃദം ലഭിക്കും. ഏകാകികൾക്ക് ഒരു സമൂഹം ലഭിക്കും. സുവിശേഷം പള്ളിയുടെ മതിലുകൾക്കപ്പുറത്തേക്ക് നീങ്ങും. ആദിമസഭയ്ക്ക് ക്രിസ്ത്യാനികൾ ഒത്തുകൂടാനുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ക്രിസ്ത്യാനികൾ ശുശ്രൂഷ ചെയ്യുന്ന ഭവനങ്ങളും ഉണ്ടായിരുന്നു. മൂന്നാമതായി, ബിസിനസ്സിന് ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കാനും ശക്തിപ്പെടുത്താനും കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 16:40. അവർ ലുദിയയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ടു ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി. ലുദിയയുടെ കഥ അവളുടെ മാനസാന്തരത്തോടെ അവസാനിക്കുന്നില്ല. അവൾ ആ ദൗത്യത്തിന്റെ ഭാഗമായി. അവളുടെ ഭവനം വിശ്വാസികൾക്കുള്ള ഒരിടമായി മാറി. അവളുടെ വിഭവങ്ങൾ പ്രവർത്തനങ്ങളെ പിന്തുണച്ചിരിക്കാം. അവളുടെ ബിസിനസ് അവർക്ക് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുള്ള കഴിവ് നൽകി. ഇത് നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഉപജീവനം കഴിക്കാൻ മാത്രമല്ല, തന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവത്തിന്, ബിസിനസ്സിനെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ വരുമാനം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുവാൻ കഴിയും. പണം തിന്മയല്ല. എന്നാൽ 1 തിമോഥെയോസ് 6:10 വചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പണമല്ല പ്രശ്നം, പണം നമ്മുടെ യജമാനനാകുമ്പോഴാണ് പ്രശ്നം. ഒരു ക്രിസ്ത്യാനി ചോദിക്കേണ്ടത് എന്റെ വരുമാനം എങ്ങനെ ഒരു അനുഗ്രഹമാകും എന്നാണ്, അല്ലാതെ എനിക്ക് എത്രമാത്രം സമ്പാദിക്കാൻ കഴിയും എന്ന് മാത്രമല്ല.
2 കൊരിന്ത്യർ 9:8 പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറു നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നമുക്ക് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വരുമാനത്തിന് മിഷൻ ഫീൽഡുകളെ സുവിശേഷീകരണം, യുവജന ശുശ്രൂഷ, കുട്ടികളുടെ ശുശ്രൂഷ, മെഡിക്കൽ ശുശ്രൂഷ, വിദ്യാഭ്യാസം, പാവപ്പെട്ട കുടുംബങ്ങൾ, സമൂഹ വികസനം ഇവയെല്ലാം പിന്തുണയ്ക്കാൻ കഴിയും. നൽകാൻ നിങ്ങൾ സമ്പന്നനാകുന്നതുവരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ ഔദാര്യം ശീലിക്കുക. നിങ്ങളുടെ ചെറിയ ബിസിനസ്സിനോ വരുമാനത്തിനോ ചെറിയൊരു ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ കഴിയും. വലിയൊരു ബിസിനസ്സിനും വരുമാനത്തിനും വലിയ ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ കഴിയും. എന്നാൽ തത്വം ഒന്നു തന്നെയാണ്. നിങ്ങളുടെ വിഭവത്തിന്റെ വലിപ്പമല്ല ആദ്യം പ്രധാനം, നിങ്ങളുടെ വിഭവത്തിന്റെ സമർപ്പണമാണ്. ബിസിനസ്സിലെ സത്യസന്ധതയും രാജ്യത്തിന്റെ ശുശ്രൂഷയാണ്. നിങ്ങളുടെ ബിസിനസ്സാണ് നിങ്ങളുടെ ശുശ്രൂഷ എന്ന് നാം പറയുമ്പോൾ എല്ലാ ബിസിനസ് സംഭാഷണങ്ങളെയും ഒരു പ്രസംഗമാക്കി മാറ്റണമെന്നല്ല നാം അർത്ഥമാക്കുന്നത്. ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് നാം ബിസിനസ് നടത്തുന്നു എന്നാണ് അതിനർത്ഥം. വഞ്ചന പാടില്ല, തെറ്റായ അളവുകൾ പാടില്ല, വ്യാജ വാഗ്ദാനങ്ങൾ പാടില്ല, ചൂഷണം പാടില്ല, കൈക്കൂലി പാടില്ല, അഴിമതി പാടില്ല, സത്യസന്ധമല്ലാത്ത കണക്കുകൾ പാടില്ല, കൃത്രിമം പാടില്ല, ജീവനക്കാരോട് മോശമായി പെരുമാറരുത്, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യരുത് എന്നിങ്ങനെയാണ്. സദൃശവാക്യങ്ങൾ 11:1 പറയുന്നു, കള്ളത്തുലാസു യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവനു പ്രസാദം. വചനം നമ്മെ സത്യസന്ധമല്ലാത്ത ബിസിനസ് രീതികൾ ഗുരുതരമായ ഒരു ആത്മീയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു. നാം എങ്ങനെ ബിസിനസ് നടത്തുന്നു എന്നതിനെ കുറിച്ച് ദൈവം കരുതുന്നു. ബിസിനസ് എന്നാൽ ബിസിനസ്സാണ്, ധാർമ്മികത വേറെയാണ് എന്ന് ചിലപ്പോൾ ആളുകൾ പറയുന്ന ഒരു സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ മറ്റൊരു വഴി കാണിക്കണം. നമ്മുടെ ബിസിനസ്സിലൂടെ ലാഭത്തിനും സത്യസന്ധതയ്ക്കും ഒരുമിച്ച് നിൽക്കാനാകും. അഴിമതി ഇല്ലാതെ തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയും. മറ്റുള്ളവരെ നശിപ്പിക്കാതെ നമുക്ക് മത്സരിക്കാൻ കഴിയും. ആളുകളെ ചൂഷണം ചെയ്യാതെ നമുക്ക് വളരാൻ കഴിയും. പണത്തെ നമ്മുടെ ദൈവമാക്കാതെ തന്നെ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും എന്നിങ്ങനെ നമുക്ക് സമൂഹത്തെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. സുവിശേഷം നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്രമല്ല പ്രസംഗിക്കപ്പെടുന്നത്, അത് നമ്മുടെ ബിസിനസ് കൗണ്ടറിന് പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലൂടെയും പ്രകടമാക്കാം. മിഷന് വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബിസിനസ്സിന് കഴിയും. ലുദിയയുടെ ബിസിനസ് അവൾക്ക് വിഭവങ്ങൾ നൽകി. അവളുടെ വിഭവങ്ങൾ അവൾക്ക് അതിഥി സൽക്കാരത്തിനുള്ള കഴിവ് നൽകി. അവളുടെ അതിഥി സൽക്കാരം ബന്ധങ്ങൾ സൃഷ്ടിച്ചു. അവളുടെ ബന്ധങ്ങൾ സുവിശേഷവുമായി ചേർക്കപ്പെട്ടു. ഇത് നമുക്ക് മനോഹരമായ ഒരു ശൃംഖല നൽകുന്നു. ബിസിനസ്, വിഭവങ്ങൾ, ബന്ധങ്ങൾ, അതിഥി സൽക്കാരം, മിഷൻ. ഒരു പരമ്പരാഗത സഭാപരിപാടിക്ക് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയാത്ത അവസരങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് സൃഷ്ടിക്കാൻ കഴിയും. ഒരു ബിസിനസ്സുകാരന് മറ്റൊരു ബിസിനസ്സുകാരനിൽ എത്താൻ കഴിഞ്ഞേക്കാം. ഒരു ഡോക്ടർക്ക് മറ്റൊരു ഡോക്ടറിലേക്ക് എത്താൻ കഴിഞ്ഞേക്കാം. ഒരു അധ്യാപകന് മറ്റൊരു അധ്യാപകനിൽ എത്താൻ കഴിഞ്ഞേക്കാം. ഒരു എഞ്ചിനീയർക്ക് മറ്റൊരു എഞ്ചിനീയറിൽ എത്താൻ കഴിഞ്ഞേക്കാം. ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക് എത്താൻ കഴിഞ്ഞേക്കാം. ഒരു വീട്ടമ്മയ്ക്ക് മറ്റൊരു കുടുംബത്തിലേക്ക് എത്താൻ കഴിഞ്ഞേക്കാം. മത്തായി 25:21 കാണുന്നു, നന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന്ന് വിചാരകനാക്കും. നമ്മുടെ കാര്യവിചാരകത്വത്തെക്കുറിച്ച് ദൈവം കരുതുന്നു. എനിക്ക് എത്രയുണ്ട് എന്നായിരിക്കരുത്, മറിച്ച് എനിക്കുള്ളത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു എന്നായിരിക്കണം നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങുക. ഒരവസരം ആവശ്യമുള്ള ഒരാൾക്ക് എൻ്റെ ബിസിനസ്സിൽ ജോലി നൽകാൻ കഴിയുമോ? എൻ്റെ വരുമാനത്തിന് ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ കഴിയുമോ? എൻ്റെ ഓഫീസ് ക്രിസ്തീയ സ്വഭാവം ദൃശ്യമാകുന്ന ഒരിടമായി മാറാൻ കഴിയുമോ? ആളുകളിലേക്ക് എത്തിച്ചേരാൻ എൻ്റെ പ്രൊഫഷണൽ നെറ്റ്വർക്കിന് സഭയെ സഹായിക്കാനാകുമോ? എൻ്റെ ഭവനത്തിന് കൂട്ടായ്മയുടെ ഒരിടമായി മാറാൻ കഴിയുമോ? എൻ്റെ കഴിവുകൾക്ക് മറ്റൊരാളെ പരിശീലിപ്പിക്കാൻ കഴിയുമോ? എൻ്റെ വിജയത്തിനില്ലാത്ത മറ്റൊരാൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ? ദൈവം സഭയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് സഭയിലാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രതികരണമായിട്ടാണ്. നിങ്ങളുടെ ജോലിയെ സെക്യുലർ എന്ന് വിളിക്കുന്നത് നിർത്തുക. ലുദിയയുടെ കഥയിലെ പ്രധാന വെല്ലുവിളി. ക്രിസ്തീയ ജീവിതത്തിൽ ഞായറാഴ്ച ദൈവത്തിൻ്റെതാണ്, തിങ്കളാഴ്ച എൻ്റേതാണ്. പവിത്രമായ ജീവിതം, ലൗകിക മതേതര സെക്യുലർ ജീവിതം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഭജനങ്ങളില്ല. കൊലോസ്യർ 3:23 നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന്നു എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഈ വാക്ക് ശ്രദ്ധിക്കുക.
ചെയ്യുന്നതൊക്കെയും നിങ്ങൾ എന്ത് ചെയ്താലും, അതിൽ നിങ്ങളുടെ തൊഴിൽ ഉൾപ്പെടുന്നു, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പഠനം, നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിന് എന്ന പോലെ ചെയ്വിൻ. അങ്ങനെയെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുള്ള 3 ചോദ്യങ്ങൾ: 1, ദൈവം എന്റെ കൈകളിൽ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്? 2, ദൈവം എന്റെ ചുറ്റും ആരെയാണ് നിർത്തിയിരിക്കുന്നത്? 3, എനിക്കുള്ളത് ദൈവത്തിന്റെ ദൗത്യത്തിനായി എനിക്ക് എങ്ങനെ ഉപയോഗിക്കാനാകും? ഉത്തരങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പണം, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ സ്വാധീനം, ഇങ്ങനെ ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന എന്തും കൊണ്ടും, നിങ്ങളുടെ ചുറ്റും നിർത്തിയിരിക്കുന്ന ഉപഭോക്താക്കൾ, ജീവനക്കാർ, സഹപ്രവർത്തകർ, അയൽക്കാർ, സുഹൃത്തുക്കൾ, കുടുംബം, യുവാക്കൾ, പ്രൊഫഷണലുകൾ, ഇവരെയെല്ലാം സേവിക്കുക, വഴികാട്ടിയാകുക, ക്ഷണിക്കുക, പരിശീലിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക, സുവിശേഷം അറിയിക്കുക. ഇങ്ങനെ നിങ്ങളെ തന്നെ ദൈവവേലക്കായി ഉപയോഗിക്കാനാകും.